കർമ്മം നിയമമാണ്. നമ്മൾ ലോ ഓഫ് കർമ്മ എന്നാണ് പറയുന്നത്. ഒരു കാര്യം ചെയ്താൽ അതിനൊരു ബലവും ഉണ്ടാകും എന്നുള്ള രീതിയിൽ മനുഷ്യൻ്റെ പ്രവൃത്തിയിൽ മനുഷ്യബുദ്ധിയുടെ തിരിച്ചറിവിൻ്റെ പുറത്താണ് അവൻ കർമ്മങ്ങളെ കാണുന്നതും പ്രവർത്തിക്കുന്നതും. എന്നാൽ മനുഷ്യ ജീവിതം ഈശ്വരനിലേക്ക് എത്താനുണ്ടാവുന്ന കാരണവും ജീവിതം നയിക്കുന്ന കർമ്മ പ്രാരാബ്ധത്തിൻ്റെ ഒരു തിരിച്ചറിവിൻ്റെ പുറത്താണ് കോൺഷ്യസ്നെസ്സിനെ തേടിപ്പോകുന്നതും. അതൊരു ലൈഫ് ടൈമിൽ അല്ലെങ്കിലും പല ലൈഫ് ടൈമിലായിട്ട് അങ്ങനെയാണ് എത്തിച്ചേരുന്നത്. നോക്കൂ, നമ്മൾ സൃഷ്ടിയുടെ പക്കൽ ശരിയും തെറ്റും എന്നുള്ളത് നമ്മുടെ ശരിയും തെറ്റുമായിട്ടൊരിക്കലും ബന്ധമില്ല. നമ്മളിപ്പം ഒരു കാര്യത്തെ കാണുന്നത് കാഴ്ചപ്പാട്, ഇപ്പോൾ ഒരാളൊരു കാര്യം ചെയ്യുന്നു, അത് തെറ്റെന്നുള്ളത് നമ്മുടെ വളർന്നു വന്ന ബുദ്ധിയുടെയും നമ്മുടെ ജീവിത സാഹചര്യങ്ങളുടെയും നമ്മൾ അറിഞ്ഞ ശരിയുടെയൊക്കെയാണത്. എന്നാൽ സൃഷ്ടിയുടെ പക്കൽ അങ്ങനല്ല. സൃഷ്ടിയുടെ പക്കലല്ലെന്ന് പറയുമ്പോൾ അത് എവിടെയോ ആരോ കണ്ടുകൊണ്ട് അതിനെ ഇങ്ങനെ നിയന്ത്രിച്ച് കണക്ക് ബുക്കിൽ എഴുതുകയല്ല. ഗുരുവായൂരപ്പൻ്റെ കണക്ക് ബുക്ക്, മറ്റേ യേശുവിൻ്റെ കണക്ക് ബുക്ക്, അതേപോലെ കുറേ ആൾക്കാർക്ക് ഒരു കണക്ക് ബുക്കുണ്ടെന്നുള്ള രീതിയിൽ അങ്ങനെയൊന്നുള്ള കണക്കൊന്നും എവിടെ ഇരുന്ന ഒരാളും ഒരു സ്വർഗ്ഗലോകത്തോ ഒരു വൈകുണ്ഠത്തോ ഇരുന്ന് നോക്കുന്നില്ല. നമ്മുടെ മനസ്സ് അതിന് പ്രത്യേകിച്ച് ഒന്നിനെയും തിരിച്ചറിയാനുള്ള കഴിവില്ല. ഇത് ആത്മാവിൻ്റെ പ്രാണനുമായി ബന്ധപ്പെടുത്തിയിരിക്കുന്നതാണ് മനസ്സെന്ന് പറയുന്നത്. ജന്മജന്മാന്തരങ്ങളുടെ ജീവൻ്റെ പരിവർത്തനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു മനസ്സ് രൂപീകൽപ്പനപ്പെട്ടു വരികയും അതിൻ്റെ ഒരു എന്തിനോടാണോ കൂടുതൽ അതിന് ഒരു ഉള്ളിൽ നിന്നുണ്ടാവുന്ന ചിന്തകളുടെ അല്ലെങ്കിൽ അതിനോടുള്ള ഒരു ഇൻറ്റൻഷൻ പോലെ ആ ഊർജം പ്രതിഭാസിക്കുന്നതിനനുസരിച്ചാണ് കർമ്മവും സൃഷ്ടിക്കപ്പെടുന്നത്. ഇപ്പം സൃഷ്ടിയുടെ പക്കൽ ഒരു മന്ത്രവാദി ഒരാളെ നശിപ്പിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നു, അയാളെ അപജയപ്പെടുത്താനുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. ഒരു 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 സ്പിരിച്വലായിട്ടുള്ള എൻലൈറ്റഡ് ആയിട്ടുള്ള ഗുരു മറ്റുള്ളവരെ ഉണ്ടായിരിക്കുന്ന ഒരു ട്രാൻസ്ഫോർമേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നു. രണ്ടും സ്പിരിച്വൽ തലത്തിൽ എനർജി വെച്ചുള്ള കാര്യങ്ങളാണ്. എന്നാൽ അവിടെ ശരിയും തെറ്റിനെയും മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു മനസ്സില്ല. അതൊരു ഊർജത്തിൻ്റെ, ആത്മാവ് കൊടുക്കുന്ന ഊർജത്തിൻ്റെ പ്രതിഭാസത്തിൽ ഉണ്ടാവുന്നതാണ്. എന്നാൽ അതുണ്ടാക്കുന്ന മറ്റുള്ളവരിലുണ്ടാക്കുന്ന ചില വശങ്ങളനുസരിച്ച് അതിനൊരു ഫലവും നമുക്ക് കിട്ടും. ആ ഫലം എന്തെന്നുള്ളത് ഒരിക്കലും നമ്മുടെ ഈ ബുദ്ധിയിലുണ്ടാവുന്ന കാര്യമല്ല. ബുദ്ധി എപ്പോഴും നമ്മൾ ജനിച്ച നാൾ തൊട്ട് വളർന്ന് ഇരിക്കുന്ന സാഹചര്യങ്ങളെ മാത്രം അടിസ്ഥാനപ്പെടുത്തിയുള്ളത്. അതിൻ്റെ തിരിച്ചറിവല്ല കർമ്മത്തിൻ്റെ തിരിച്ചറിവ്. നമ്മൾ കാണുന്ന കല്യാണം കഴിച്ചുള്ള ജീവിതം അല്ലെങ്കിൽ മറ്റേ ഒരു സൊസൈറ്റി ഉണ്ടാക്കിയിരിക്കുന്ന കുറച്ച് ധാർമ്മിക ബോധമുണ്ട്. ഇതൊന്നുമല്ല കർമ്മം. അല്ലെങ്കിൽ ദോഷം ഉണ്ടാവും. അങ്ങനല്ല കർമ്മത്തിൻ്റെ അടിസ്ഥാനം. കർമ്മം അങ്ങേയറ്റത്തെ രീതിയിൽ നമ്മുടെ ഉള്ളിൽ നിന്നുണ്ടാവുന്ന ഒരു നിർബന്ധപരമായി ഉണ്ടാവുന്ന അതിൻ്റെ ഉള്ള ഒരു ശുദ്ധത, ഒരു ഇൻറ്റൻഷൻ പോലാണ് അതിൻ്റെ ഫലം ഉണ്ടാവുന്നത്. അവിടെ നമ്മുടെ പ്രാണൻ എന്തുമാത്രം അവിടെ ബന്ധനപ്പെട്ടെന്നുള്ളതിലാണ് കാര്യം. കർമ്മം മനസ്സിൻ്റെ കാർമിക് മൈൻഡിൻ്റെ ആണ്. അത് ഊർജമാണ്. നിങ്ങൾ പറയുന്ന പോലെ നിങ്ങളെല്ലാവരെയും കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, എല്ലാവരും ഒരു ശരീരമായി കാണുന്നുണ്ട്. അവരിൽ ബുദ്ധി ചിന്തിക്കുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മൾ അവരെക്കുറിച്ച് വ്യാഖ്യാനിക്കും. പക്ഷെ അവർ കർമ്മത്തിൻ്റെ ഉൽപ്പന്നങ്ങളാണ്. ഓരോ വ്യക്തികളും കർമ്മത്തിൻ്റെ ഉൽപ്പന്നങ്ങളാണ്. ഒരു യോഗിയോട് ചോദിച്ചു നോക്കൂ, അവർ പോയിട്ട് ആരെങ്കിലും അടുക്കൽ ഇരുന്ന് കഴിഞ്ഞാൽ അവരുടെ ഇപ്പം ഉണ്ടാകുന്ന പ്രതിഭാസമായിരിക്കുന്ന ഊർജങ്ങളെ അവർ പറയും. അതവരുടെ മനസ്സിൻ്റെ, അവരുടെ സങ്കല്പത്തിൻ്റെ ഒക്കെ അവർ പറയും. എന്തുകൊണ്ടാണ് അവർ പറയാനുള്ള കാര്യം? അവരുടെ ബുദ്ധിയിൽ നിന്ന് വരുന്നതല്ല, അവരുടെ ഓർമ്മകളെ ഓർക്കുന്നതല്ല, പക്ഷെ അവരുടെ ഊർജ്ജ പ്രതിജ്വലിച്ചുകൊണ്ടിരിക്കുന്ന അങ്ങനത്തെ രീതിയിലാണ്. അത് കർമ്മം കൊണ്ട് സൃഷ്ടിക്കുന്നതാണ് ഓരോ മനുഷ്യ ജീവനും. എപ്പോഴാണ് മുക്തി പ്രാപിക്കുന്ന ഒരാൾ ഈ മനസ്സിനെ പൂർണ്ണമായും ഇല്ലാതാക്കുമ്പോൾ, ഒരു നോ മൈൻഡ് സ്റ്റേറ്റിലേക്ക് ആരൊക്കെ എത്തുന്നു, അവിടെ മനസ്സെപ്പം ഇല്ലാതാവുന്ന ആത്മാവ് അവിടെ ശുദ്ധിയായി. ആത്മാവ് ശുദ്ധിയാവണമെങ്കിൽ മനസ്സില്ലാതാവണം. അപ്പോഴേ ലിബറേഷൻ എന്ന് പറയുന്നൊരു കാര്യം തുറക്കപ്പെടുള്ളൂ. അപ്പോഴേ എന്താണ് റിയൽ കോൺഷ്യസ്നെസ് എന്നും എന്താണ് ആ തലങ്ങളെന്നും എല്ലാം മനസ്സിലാവുള്ളൂ. നമസ്കാരം.